രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ ഒരു കട്ടൻ കാപ്പി എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ എടുത്ത് കുടിക്കാൻ വന്നിരുന്നപ്പോഴേക്കും പാച്ചുക്കുട്ടനും ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഇന്ന് ഏത് കളിപ്പാട്ടം എടുത്ത് കളിക്കണമെന്ന് ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുവാണേ. കാപ്പിയൊക്കെ കുടിച്ച് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അതേ പറമ്പിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പറിച്ചുകൊണ്ട് വന്ന അടിപൊളി ഒരു കൂണിരിക്കുന്നു കേട്ടോ. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ മഴത്തണ്ടൻ കൂണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നതെന്നൊന്ന് കമന്റ് ചെയ്യണേ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അമ്മ അതേ വാട്ടുകപ്പ വേവിച്ചതും നല്ല അടിപൊളി കിളിമീൻ തോരനും ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു കല്യാണവും ഒരു ബർത്ത്ഡേ ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ കല്യാണത്തിന് പോകാനായിട്ട് ഇതേ അച്ഛനും അമ്മയും ഒരുങ്ങി റെഡിയായി പോയിട്ടുണ്ട്. അവരെ യാത്ര അയക്കാൻ എന്തേ പാച്ചക്കുട്ടനും അച്ഛനും കൂടി അവിടെ പോയി നിൽപ്പുണ്ടേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാനും പാച്ചക്കുട്ടനും എന്താ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ബർത്ത്ഡേക്ക് പോകാനല്ല, ബർത്ത്ഡേക്കാർക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് ആദ്യം പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഡ്രൈവർ ഇതേ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളും പോയി കയറട്ടെ. ഞങ്ങൾ ഈ പോകുന്നത് മുക്കൂട്ടുതറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ ഇന്ന് ഞായറാഴ്ചയായ ചന്ത ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഒരുപാട് വണ്ടികളും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കടകളിലും നല്ല തിരക്കായിരുന്നു കേട്ടോ. ചന്തക്കകത്തൂടെ എല്ലാം വെറുതെ ഒന്ന് കറങ്ങി ഞങ്ങൾ ഇതേ നേരെ ഞങ്ങളുടെ തുണിക്കടയിലേക്ക് പോവുകയാണ്. ഇവിടെ മാളേക്കൽ എന്ന് പറയുന്ന തുണിക്കടയിലാണ് ഞങ്ങൾ സാധാരണ പോയി ഡ്രസ്സൊക്കെ എടുക്കാറുള്ളത്. അപ്പോഴത്തേ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. പെൺകുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് കാണാൻ എന്ത് രസമാണല്ലേ. അങ്ങനെ കുറെ ഉടുപ്പുകളൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് അടിപൊളിയായിട്ടുള്ള ഒരെണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ബില്ലടിക്കാനായിട്ട് ബില്ലിംഗ് കൗണ്ടറിന്റെ അവിടെ ചെന്നപ്പോൾ അവിടെയാണെങ്കിൽ കുറെ ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും മോനും അതിൽ നിന്ന് ഓരോന്നെടുത്ത് വെച്ച് ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഞാൻ ബില്ലടിച്ച് പുറത്തിറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത് തിരിച്ചു പോവുകയാണ്. പാലത്തിന് മുകളിലൂടെ ഒരു സമയം ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നുകൊണ്ട് ഞങ്ങൾ ഇതേ ഇപ്പൊ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വണ്ടി പോയതിനു ശേഷം ഞങ്ങളിത് അടിച്ചുവിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു തരാത്ത ഐസ്ക്രീം വണ്ടി കിടക്കുന്നു. പോകുന്ന വഴി ഒരു സൈക്കിൾ റാലി ഒക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ അതേ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്ന വീടിന്റെ അവിടെ എത്തിച്ചെന്നപ്പോ തന്നെ അതേ സനബേബി ഫ്രണ്ടിൽ തന്നെ നിപ്പുണ്ട്. പിന്നെ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ ഫാത്തിമ ചേച്ചി വീഡിയോയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എവിടെ പരിപാടിക്ക് പോയാലും എന്താ ഇവര് രണ്ടും കാണും, അശ്വതിയും വിഷ്ണു. അയ്യോ, ബർത്ത്ഡേ ആരുടെയാന്ന് പറയാൻ മറന്നല്ലോ. ഞങ്ങളുടെ സനബേബിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവളൊരു ഹായ് ഒക്കെ പറഞ്ഞു. സ്ഥിരം കാണുന്നോണ്ടാണെന്ന് തോന്നുന്നു. സനബേബി തന്നെ കണ്ടപ്പോ തന്നെ എന്റെ കയ്യിലേക്ക് ഇങ്ങ് ചാടി വന്നേ. അന മാത്രല്ല, വീഡിയോ എടുക്കുന്നതുകൊണ്ട് അസ്നെ ഒന്ന് വീഡിയോയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ വന്നിരുന്ന ഫ്രണ്ട്സ് എല്ലാം കൂടി ബലൂണൊക്കെ വീർപ്പിച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് പോയതാണ്. അതിന്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോഴേക്കും ഞാനും അശ്വതിയും ചെറുതായിട്ടൊന്ന് നടക്കാനിറങ്ങിയപ്പോഴത്തേക്കും ഫ്രണ്ട്സ് ഒക്കെ അവരുടെ താഴെ നിപ്പുണ്ടായിരുന്നു. അതിനിടയിൽ അസ്നതയെ വെള്ളമൊക്കെ കലക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കുടിച്ചോണ്ടിരുന്നപ്പോഴേക്കും സനബേബി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം കുറച്ച് ഇറിറ്റേഷൻ ഒക്കെ കാണിച്ചു എല്ലാം കൂടി ഇട്ട് കൊടുത്തപ്പോഴേക്കും. പിന്നെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേനും ആള് പോസ് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. ഇതിനിടയിൽ ഞങ്ങളുടെ മറ്റു ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. മഹിമയാണെ വന്നപ്പോൾ മുതൽ ഫോൺ കാണിച്ച് കുഞ്ഞിന്റെ അടുത്ത് ഇല്ലാത്ത കഥകൾ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ്ങിന്റെ ടൈമൊക്കെ ആയിട്ട് കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് പിന്നെ സ്വാഭാവികമാണല്ലോ, കേക്ക് കട്ടിങ് കഴിഞ്ഞ് പോപ്പർ പൊട്ടുകയുള്ളൂ. അങ്ങനെ ഒരു നല്ല അടിപൊളി ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞിനെ മാറ്റി നിർത്തി അച്ഛനും അമ്മയും കൂടെയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. കണ്ടപ്പോൾ എനിക്ക് വെഡിങ് ആനിവേഴ്സറി ആണെന്നാണ് തോന്നിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാനും പച്ചും കുളിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പാച്ചുകുട്ടിനെ സൈക്കിളിൽ വെച്ചൊന്ന് തള്ളിക്കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ ഇറങ്ങിയത്. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ ആരുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് തള്ളിക്കൊണ്ട് പോയി. അങ്ങനത്തെ ഞാൻ അവിടെ നിൽക്കുന്ന കുറച്ച് പൂക്കളുടെയൊക്കെ വീഡിയോ എടുത്തപ്പോഴേക്കും അമ്മ ചായ കുടിക്കാൻ വിളിച്ചു. TV ഒക്കെ വെച്ച് ഞാനും പാച്ചുക്കുട്ടനും എന്താ ചായയൊക്കെ കുടിക്കാനായിട്ട് പോവാണ്. ഇപ്പൊ ഞാൻ ഡെയിലി ഇട്ടോണ്ട് നടക്കുന്ന ഇതുപോലത്തെ ഫ്രോക്ക് നൈറ്റീസ് ആണ് കേട്ടോ. പാച്ചുക്കുട്ടൻ ഉണ്ടായതിനു ശേഷം നൈറ്റിയിൽ നിന്ന് ഞാൻ ഫ്രോക്ക് നൈറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ്. അത് മാത്രമല്ല ഇത് ഇടാൻ വളരെ കംഫർട്ടബിളും ആണ്. ലിങ്ക് എന്ന് കമന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതുവഴി പോകുന്ന അണ്ണാച്ചിയുടെ കയ്യിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ എത്തിക്കാൻ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.